ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഷാഹി കബീറിന്റെ അടുത്ത പോലീസ് സ്റ്റോറി ആയിട്ടുള്ള റോംബ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഇതിലെ പ്രധാന വേഷത്തിലെത്തുന്നത് ദിലീഷ് പോത്തനും അതുപോലെ തന്നെ റോഷനുമാണ്. ഇവർ രണ്ടുപേരും തന്നെയാണ് പടത്തിന്റെ ഒരു 98% സ്ക്രീൻ പ്രസൻസും ഇവർക്ക് തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫോർ ദ പീപ്പിളിൽ അരുൺ ഉണ്ടല്ലോ, ആ ഒരു പുള്ളിക്കാരനും ഡിവൈഎസ്പിയുടെ ഒരു റോളിൽ വരുന്നുണ്ട്. പിന്നെ അതർ കുഞ്ഞു കുഞ്ഞ് ക്യാരക്ടേഴ്സ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറേ ഇൻസിഡൻസ് ഈ ഒരു സിനിമയ്ക്കകത്ത് നടക്കുന്നുണ്ട്. അതായത് ഒരു ദിവസത്തെ നൈറ്റ് പെട്രോളിങ്ങിൽ ഉൾപ്പെടുന്ന ഒരുപാട് ഇൻസിഡൻസിനെയൊക്കെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറി. പക്ഷേ അതിൻ്റെ ലെയേഴ്സ് എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ കൺവേ ചെയ്യാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വളരെ ഗംഭീരമായിട്ട് റൈറ്റിങ്ങിൽ ഷാഹി കബീർ വെട്ടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ അനിൽ ജോൺ എന്നോ അങ്ങനെ എന്തോ ആണ് മ്യൂസിക് ഡയറക്ടറുടെ പേര്. അതിനേക്കാളും കിഡിലിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് പാറ്റേൺ എനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പട്ടപ്പട്ടയെന്ന് പറഞ്ഞു പോകുന്ന കട്ട്സും അതുപോലെ തന്നെ പടത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 മണിക്കൂർ 3 മിനിറ്റേ ഉള്ളൂ. ബോറടിക്കില്ല നിങ്ങൾക്ക് എവിടെയും. ഈ ഒരു റണ്ണിങ് ടൈമിനുള്ളിൽ ഗംഭീരമായിട്ട് പറയേണ്ട സാധനങ്ങളൊക്കെ അവർ പറഞ്ഞ് അവതരിപ്പിക്കുന്നുണ്ട്. അതായത് എസ്പെഷ്യലി ഷാഹി കബീറിന്റെ മിടുക്ക് തന്നെയാണ്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, നമുക്ക് ഇമോഷൻസ് ഒരുപാട്, സാധാരണ പോലീസുകാരൻ്റെ ഇമോഷൻസ് ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഓരോ ഇൻസിഡന്റിൽ കൂടെ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് കോപ്പ് ക്യാരക്ടറാണ് മലയാളം സിനിമയ്ക്കകത്തെ യോഹന്നാൻ എന്ന് പറയുന്ന നമ്മുടെ ദിലീഷ് പോത്തനെ അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വെട്ടിച്ചില്ല് ക്യാരക്ടറാണ്. നമ്മൾ ട്രെയിലറിൽ കാണുമ്പോൾ തോന്നും കുറേ എന്താ പറയുക ദുഷ്ടൻ അങ്ങനെ എങ്ങനെയെന്നുള്ള ഒരു ഫീലൊക്കെ തരുന്നുണ്ടെങ്കിലും റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഒരു അടിപൊളി പോലീസ് ഓഫീസറാണ് യോഹന്നാൻ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ മലയാളം സിനിമയ്ക്കകത്ത് എന്നും ഓർമ്മിച്ച് വെക്കുന്ന ഒരു ക്യാരക്ടറിലൊന്നായിരിക്കും ആ ഒരു ക്യാരക്ടർ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ റോഷന്റെ ക്യാരക്ടർ ഒരു ഇമ്മച്വേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ കയറിയതിൻ്റെ ആ ചോരത്തിളപ്പുള്ള എക്സ്പീരിയൻസ് ഇല്ലായ്മ, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് വരച്ച് കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് റോഷന്റെ. ആ ഒരു സംഭവങ്ങളൊക്കെ ഗംഭീരമായിട്ട് തന്നെ റോഷനും ചെയ്തിട്ടുണ്ട്. ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്തിരിക്കുന്ന വിധമൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് രണ്ടുപേരും. അയ്യോ, ദിലീഷ് പോത്തനൊന്നും പറയാൻ വയ്യാന്ന്. അത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുക. വലിയ പാട്ടുകളൊന്നും ഇട്ട് വെറുപ്പിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അതർ മലയാളം സിനിമകളിലൊക്കെ ഉള്ള പോലെ ഒരു സാഡ് മൊമെന്റ് വന്നപ്പോൾ ഒരു സാഡ് പാട്ട്, സന്തോഷം വന്നാൽ സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു പാട്ട്, ഒരു അടിച്ചുപൊളി പാട്ട്, അങ്ങനത്തെ ഒന്നും ഇല്ല. ഒരു പക്ക ഒരു വൺ ഡേ സ്റ്റോറി, ഒരു പോലീസ് പെട്രോളിങ് ആ ഒരു പരിപാടിയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ലൈന്. എനിക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആവാത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് ശരിക്കും ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഷാഹി കബീർ ഇതിൽ ഈ ഒരു ഇൻസിഡന്റിൽ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ, തെളിവുകൾ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ വലിയ വാലിഡ് ഒന്നും അല്ലാത്ത തെളിവുകളാണ്. സുഖസുന്ദരമായിട്ട് ഊരി പോരാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത്. ഏതൊരു കോമൺ ഓഡിയനും ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സാധനമായതുകൊണ്ടായിരിക്കണം അതിന് വലിയ എക്സ്പ്ലനേഷൻ കൊടുക്കാണ്ടിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് നിങ്ങളൊരു പോലീസ് ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ഇപ്പോൾ ഒരു സിവിൽ പോലീസൊക്കെ ആവാൻ വേണ്ടി ട്രെയിനിങ് ഒക്കെ നടത്തുന്ന ഒരാൾ, ഇപ്പോൾ വലിയ മെച്യൂരിറ്റി ഒന്നും ഇല്ല എന്നൊക്കെ തന്നെ വിചാരിക്കുക. പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു സ്റ്റോറി കാണുന്ന സമയത്ത് എൻ്റെ പൊന്നെ ഇത്രയും പെട്ടെന്നൊക്കെ നമുക്ക് ജോലിയൊക്കെ തെറിക്കുമോ എന്നുള്ള ഫീലൊക്കെ തോന്നാനുള്ള സാധ്യതകളുണ്ട്. ആ ഒരു തോന്നലൊക്കെ ഇല്ലാതാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ആകെ 2 മണിക്കൂർ 3 മിനിറ്റ് എങ്ങാണ്ട് ഈ പടമുള്ളൂ. അതിൽ 4-5 മിനിറ്റ് താങ്ക്സ് കാർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. 2 മണിക്കൂറിന് താഴെയാണ് ഈ ഒരു സിനിമയുടെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത്. അതിന്റെ ഒപ്പം ഒരു 10-15 മിനിറ്റും കൂടിയും എടുത്തുകൊണ്ട് ആ ഒരു സംഭവങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്ത് ദിലീഷ് പോത്തന്റെ ക്യാരക്ടർ ക്ലൈമാക്സിനകത്ത് പറയുന്ന ഒരു പഞ്ച് ഡയലോഗ് അല്ല, ഇപ്പൊ എന്താ പറയാ, ഒരു കൊമേഴ്ഷ്യൽ ഡയലോഗ് ഒന്നല്ല, ഒരു റിയലിസ്റ്റിക് പഞ്ച് ഡയലോഗ് പടയ്ക്കുന്നുണ്ട്. അതിപ്പോ എന്താണെന്നുണ്ടെങ്കിലും എനിക്കറിയാൻ ചെയ്യാന്ന് പറയുന്ന ഒരു രീതിക്കുള്ള ഒരു ടൈപ്പ് പരിപാടി അതിൽ പറയുന്നുണ്ട്. ആ ഒരു സംഭവം കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സംഭവങ്ങൾ അയാൾ നടത്തുന്നതായിട്ട് കാണിച്ച് അവിടുന്ന് ഇറങ്ങുന്ന ഒരു സീക്വൻസ് ഒക്കെ കാണിച്ചിരുന്നെങ്കിൽ നല്ല രസമായിട്ടൊരു കുറച്ചും കൂടിയും ഒരു എന്താ പറയുക ഫ്ലറിഷിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരു കുറച്ചും കൂടി ഹാപ്പി ആയിട്ടും അതുപോലെ തന്നെ നമുക്കൊരു ചിലപ്പോൾ ഒരു ഗൂസ് ബമ്പൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഡയലോഗ്സ് ഒക്കെ കിട്ടാവുന്ന സീൻസിലേക്ക് പോയി അവിടെ ഇൻഡ് ചെയ്യിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായതിനെ. കൊമേഴ്ഷ്യലി ഒന്നും കൂടിയും ഈ ഒരു സിനിമ എല്ലാവരും അറിയുമെന്ന് എനിക്ക് തോന്നി. എത്രത്തോളം ആൾക്കാർ കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയും കൂടി ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ബോക്സ് ഓഫീസ്
എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു സിനിമയ്ക്ക് കിട്ടുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എല്ലാവരും പോയി സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കാം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒരു 10 മിനിറ്റും കൂടി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ആ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ച് നിർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി രസമായിട്ട് വരുമായിരുന്നു. 1-2 എക്സ്ട്രാ ഒരു മാസ് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ 1-2 സീക്വൻസും കൂടി കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സാറ്റിസ്ഫൈഡ് ആവുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. സോ എന്തായാലും ഈ ഒരു സിനിമ ഇത്തരത്തിലുള്ള ഒരു വൺ ഡേ സ്റ്റോറിയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കാം. OTT നിന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്താണ് പറയാമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ 4-5 സ്ക്രീനിൽ കാണുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഫീല് കിട്ടുകയെന്ന് അറിയില്ല. കാരണം ഇതിനകത്ത് ഇമോഷൻസ് കൺവേ ചെയ്യുന്ന സമയത്തൊക്കെയുള്ള സൗണ്ട്, ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്താണ് ഒന്നും കൂടിയും മൈൻഡിലേക്ക് കയറുക എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കുക. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നെക്സ്റ്റ് വീഡിയോ ഗൈസ്.